കഴിഞ്ഞ ദിവസമായി പെയ്ത ശക്തമായ മഴയിൽ ഈ കുപ്പത്തെ ദേശീയ പാതയോട് ചേർന്നുള്ള വീടുകളിൽ ചെളിവെള്ളം കയറിയിരുന്നു. അതായത് ദേശീയപാതയ്ക്കായി കുന്നിടിച്ച സ്ഥലത്ത് ആ മണ്ണ് വന്ന് ഈ ചെളിയും മണ്ണും ഒക്കെ തന്നെ വീടുകളുള്ളിലേക്ക്, അടുക്കളയിലേക്ക്, മുറികളിലേക്കൊക്കെ വരികയായിരുന്നു. അങ്ങനെ ബാത്റൂമിൽ പോലും പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷത്തിൽ ആളുകൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. പറ്റൂലെന്ന് തോന്നുന്നു, അത്രക്ക് ഇല്ല അവസ്ഥയാണ് ഉള്ളത്. എന്റെ പോരെ കാണാൻ കഴിയുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ഇല്ല പാത്രം തേച്ചു എന്റെ എന്തെല്ലാം എന്റെ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇല്ല റൂമിലില്ല, അമ്മരുടെ തേച്ചും ചളിയാന്ന്. രാവിലെ തന്നെ ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ റോഡിലേക്ക് ഇറങ്ങി റോഡ് ദേശീയപാത ഉപരോധിച്ചു. ചളിയിലെ വീടെല്ലാം മുങ്ങിയിട്ട് ഒന്നും വീട്ടിൽ ഒരു സാധനം എടുക്കാൻ കഴിയാണ്ടായുള്ളത്. കിണറിലെ വെള്ളം കുടിക്കാൻ കഴിയില്ല, ബാത്റൂമിൽ പോകാൻ കഴിയില്ല, മൊത്തം ക്ലോസറ്റിൽ മൊത്തം നിറഞ്ഞിട്ട് വീട്ടിലെല്ലാം ചളിയും വെള്ളാന്ന്. കുത്തനെ കുന്ന് ഇടിച്ചാണ് അവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുന്നിടിയുന്നത്. 2 തവണ 1 മണിക്കൂറിനിടെ കുന്ന് വീണ്ടും വീണ്ടും ഇടിഞ്ഞു. അങ്ങനെ വലിയ ആശങ്കയിലാണ് യാത്രക്കാരും പ്രദേശത്തെ നാട്ടുകാരും. ഈ റോഡടക്കം താൽക്കാലിക റോഡാണ്, ഇത് മണ്ണിന്റെ മേലെയുള്ള റോഡാണ്. ഈ റോഡ് തെച്ചും തെറ്റും മണ്ണ് തെച്ചും പറ്റി ഈ താഴെയുള്ള വീട്ടുകാർക്കാണ്. അതുപോലെ ഇന്നലെ മുതലേ ഞങ്ങൾ ഇത് പറയുന്നുണ്ട്. രാത്രി ഉറങ്ങുന്ന ടൈം എത്രത്തോളം ഇടിഞ്ഞു വരുമെന്ന് ഇപ്പൊ ആർക്കും പറയാനോ ആക്കാനോ കഴിയില്ല. എന്ത് ധൈര്യത്തിലാണ് നമ്മൾ പിഞ്ചു മക്കളെയും കൊണ്ട് എല്ലാരും മനസ്സുറച്ചൊന്ന് കിടന്നുറങ്ങല്. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ രാവിലെ നോക്കുമ്പോ ഇതേ സ്ഥിതിയല്ലല്ലോ. കളക്ടർ സ്ഥലത്തെത്താമെന്ന് ഉറപ്പ് നൽകിയെന്നായിരുന്നു ആദ്യം നാട്ടുകാർ പറഞ്ഞത്. പിന്നീട് RDO എത്തുമെന്ന് അറിയിച്ചു. RDO എത്താൻ വൈകി. ആ സമയത്ത് വീണ്ടും വൈകുന്നേരം അരമണിക്കൂറിലേറെ നേരം റോഡ് ഉപരോധിച്ചു. RDO എത്തി സംസാരിച്ചതിന് ശേഷം ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ എത്തുമെന്ന് അറിയിച്ചു. അവരെത്തിയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ് അറിയിച്ചത്. പിന്നീട് ദേശീയപാതയുടെ ആളുകളും അടക്കം എത്തി സംസാരിച്ച ശേഷമാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയും ആളുകൾ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തത്.